ആരെയും കാണുന്നില്ലല്ലോ. ശിഷ്യോ എന്താ പതിവില്ലാതെ ഇവിടേക്ക്? സുധേ, നമ്മുടെ അശ്വതിക്ക് ഇപ്പൊ എത്ര വയസ്സായി? അവക്ക് നല്ലൊരു കല്യാണാലോചന കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. അശ്വതിക്ക് ഇപ്പൊ 19 ചേച്ചി. അതിന് അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ശിവ ശിവ, എനിക്ക് 19 വയസ്സിൽ മക്കള് 3 സുധേ, 3. അതിന് അശ്വതിക്ക് ഇഷ്ടാവണ്ടേ? സുധേ, ഇത് നല്ലൊരു ആലോചന. ഭർത്താവ് മകനക്ക് ഗൾഫില്. നല്ല അടിപൊളി ആലോചനയാണ്. നമ്മുടെ അശ്വതിക്ക് എന്തുകൊണ്ട് ഈ ആലോചന ചേരും? അതിന് നീ ഒന്നും ആലോചിക്കേണ്ട. ഭർത്താവില്ലാതെ നീ ഇത്രയും കഷ്ടപ്പെട്ട് അവളെ വളർത്തിയില്ലേ? അവക്ക് താഴെ ഒരാളും കൂടെ ഉള്ളതാ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എന്തായാലും അശ്വതിയോട് സംസാരിക്കാം. എനിക്കും കേട്ട് നല്ലതാണെന്നാണ് തോന്നുന്നത്. അശ്വതി, ആ അമ്മേ, നീ എന്തെടുക്കായിരുന്നു അവിടെ? അമ്മേ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എക്സാം അല്ലേ വരുന്നത്. മോളെ, നല്ലൊരു ബന്ധം വന്നിട്ടുണ്ട്. ആളങ്ങ് ഗൾഫിലാണ്. നല്ല കുടുംബമാണ്, നല്ലതാണ്. നിനക്ക് നന്നായിട്ട് ചേരും. അമ്മേ, അതിന് ഇപ്പൊ എനിക്ക് കല്യാണമൊന്നും വേണ്ട. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ കഷ്ടപ്പെട്ട് നിന്നെ വളർത്തിയതല്ലേ. അപ്പോ നീ ഇതിന് സമ്മതിക്കണം. അച്ഛനില്ലാണ്ട് ഒരു കുറവും വരാനില്ല നിന്നെ ഞാൻ വളർത്തിയത്. അപ്പോ നീ എനിക്ക് വേണ്ടി ഇതിന് സമ്മതിക്കണം. അമ്മേ, എന്റെ സ്വപ്നങ്ങള്, എന്റെ ആഗ്രഹങ്ങള്, എന്റെ ജോലി, എന്റെ പഠിത്തം, ഇതെല്ലാം ഞാൻ ഒരു കല്യാണത്തിന് വേണ്ടി. മോളെ, കല്യാണം കഴിഞ്ഞാലോ പഠിക്കാലോ അങ്ങനെയല്ലേ പെൺകുട്ടികളെല്ലാം ചെയ്യുന്നത്. അമ്മയുടെ ഇഷ്ടം അതാണെങ്കിൽ എനിക്ക് സമ്മതം. കുറച്ച് നാളുകൾക്ക് ശേഷം അശ്വതിയുടെ കല്യാണം ഒക്കെ കഴിഞ്ഞു. അശ്വതി ഇപ്പൊ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുകയാണ്.